എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ റോഡിന്റെ ഈ അവസ്ഥ, കുണ്ടും കുഴിയും നിറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഇരിഞ്ഞാലക്കുട മാറിക്കൊണ്ടിരിക്കുകയാണ്. അതും നമ്മുടെ ഇരിഞ്ഞാലക്കുടയുടെ പ്രധാന ഭാഗമാണിത്. അതായത് നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നിന്നും സിവിൽ സ്റ്റേഷനിലേക്കും അതുപോലെ തന്നെ തൃശ്ശൂർ ഭാഗത്തേക്കും ബസ്സുകളും എല്ലാം പോകുന്ന ഒരു ഭാഗത്തെ അവസ്ഥയാണ് ഈ കാണുന്ന അവസ്ഥ. ഇതുപോലെ ഇത്രയും ഇതിപ്പോ സർവീസ് സഹകരണ ബാങ്കിന്റെ ഒരു വാഹനമാണ് പോകുന്നത്. അത്രയും നല്ലൊരു വാഹനം തന്നെ ഇതിൽ കൂടെ സഞ്ചരിക്കാൻ പറ്റുന്ന കണ്ടീഷനാണ്. അപ്പൊ പിന്നെ നമ്മളുടെ സാധാരണക്കാരുടെ ടൂ വീലറുകൾ എങ്ങനെ ഇതിൽ കൂടെ പോകും? ഇതാണ് അവസ്ഥ. നോക്കിയേ, ഈ കാണുന്ന ഈ പഴയ ബസ്സുകളൊക്കെ ഈ കുഴിയിൽ വീട് കഴിഞ്ഞാൽ എന്തായാലും അതിന്റെ ആക്സിൽ ഒടിയും, എല്ലാവിധ കംപ്ലൈന്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോ ഈ ഒരു സ്കൂട്ടറും പോണൊക്കെ ആളൊക്കെ അതിൽ ഒരു ഉറപ്പില്ല, ആളൊക്കെ തിരിച്ച് വീട്ടിലെത്തും എന്നുള്ള കാര്യത്തില്. ഇത് പ്രധാന ഒരു സ്ഥലമാണ് ഇരിഞ്ഞാലക്കുടയുടെ. അപ്പൊ ഇവിടെ തന്നെ കണ്ടില്ല, ഇത് നമ്മുടെ റിലയൻസിന്റെ ഒരു ഷോപ്പിംഗ് സെന്റർ ആണ്. ഇത് നല്ല രീതിയിൽ ബിസിനസ് നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോ ഇവിടുത്തെ ഈ അവസ്ഥകൾ കാരണം ഇങ്ങോട്ടേക്ക് ആൾക്കാർ വരാതാവും. അതുപോലെ തന്നെ സണ്ണി സിക്സ് ഇവിടുത്തെ ഏറ്റവും വലിയ തുണിക്കടയാണ്. അപ്പോ അങ്ങോട്ടേക്കുള്ള ആൾക്കാർ ഇങ്ങോട്ട് വരില്ല, കാരണം ഈ റോഡിന്റെ അവസ്ഥ ഇതായതുകൊണ്ട്. നമ്മുടെ നാട് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഇവിടുത്തെ ബിസിനസ് നല്ല രീതിയിൽ പോയാൽ മുന്നോട്ട് പോകുള്ളൂ. പിന്നെ അവിടെയാണ് നമ്മുടെ LIC ഓഫീസ് വരുന്നത്. അപ്പോ ഈ LIC ഓഫീസിലേക്കൊക്കെ ഒരു ദിവസത്തില് എന്തായാലും എല്ലാവർക്കും എത്തേണ്ട ആവശ്യങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ എന്ത് ചെയ്യാം, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ നാടിന് ഒരു MP ഉണ്ട്, ഒരു മന്ത്രി ഉണ്ട്, അതുപോലെ തന്നെ പ്രശസ്തമായ സിനിമാ താരങ്ങളുണ്ട്, ഒരുപാട് വലിയ വലിയ ബിസിനസ്സുകാർ എല്ലാവരും ഉള്ള ഒരു നാടാണ് നമ്മുടെ ഈ ഇരിഞ്ഞാലക്കുട എന്ന് പറയുന്നത്. ഇപ്പൊ നോക്കിയേ, ആ സ്കൂട്ടർ പോണ പോക്ക് നോക്കിയേ, ഇവരൊക്കെ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നുള്ള കാര്യത്തില് യാതൊരുവിധ ഉറപ്പില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സ്കൂട്ടറുമായിട്ട് ഇരിഞ്ഞാലക്കുടയ്ക്ക് വരരുത്. കാരണം നിങ്ങളെ പ്രതീക്ഷിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട്. സ്കൂട്ടറുമായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ, മന്ത്രി ഉണ്ട്, MP ഉണ്ട്, ഒരുപാട് പ്രശസ്ത സിനിമാ താരങ്ങൾ എല്ലാവരും ഉള്ളൊരു നാടാണ് ഈ നാട്. നിങ്ങളെല്ലാം സഞ്ചരിക്കുന്നത് വലിയ വലിയ കാറുകളും ഇന്നോവറിസ്റ്റ് കാറുകളും ഒക്കെ ആയിരിക്കും. നിങ്ങളുടെ വാഹനങ്ങളിൽ ഇരിക്കുമ്പോൾ ഈ കുഴിയുടെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷെ ഒരു സാധാരണക്കാരൻ സഞ്ചരിക്കുന്ന ഇതുപോലെയുള്ള ചെറിയ ചെറിയ വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇത്രയും വലിയ ഭീമമായ തുക ടാക്സ് അടച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ റോഡിൽ കൂടെ സഞ്ചരിക്കുന്നത്. എന്നിട്ടും ഈ അവസ്ഥ, ടാക്സിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, പക്ഷെ സുഖമായിട്ട് സഞ്ചരിക്കാവുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി തരണ്ടേ? ഇത് എല്ലാവരും പരമാവധി ഇത് നിങ്ങൾ അധികാരികളുടെ കയ്യിലേക്ക് എത്തുന്ന വരെ നിങ്ങൾ ഈ വാർത്തകൾ ഷെയർ. ഇതൊരു വാർത്തയല്ല, ഈ നാടിന്റെ ഒരു അവസ്ഥയാണത്. അതായത് വരദാനങ്ങളെ നാടെന്ന് പറയുന്ന ഈ നാടിന്റെ അവസ്ഥയാണ് ഈ കാണുന്ന അവസ്ഥ. ദേ ഒരു സ്കൂട്ടറുകാരൻ നിൽക്കാൻ നോക്കിയേ, ആൾക്ക് ഈ കാണുന്ന വണ്ടിയൊക്കെ പോയിട്ട് വേണം ആൾക്ക് ഇങ്ങോട്ട് കടക്കാനായിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ ഈ അവസ്ഥ. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തോർത്ത് മഴ കഴിയുന്നവരെ സ്കൂട്ടറും കൊണ്ട് ഈ നാട്ടിലേക്ക് വരരുത്. ഇത് ഇന്നലെയും തുടങ്ങിയ കാര്യമൊന്നല്ല, ഇത് കാലങ്ങളായിട്ട് ഈ റോഡിലും ഇരിഞ്ഞാലക്കുടയുടെ പല പരിസര പ്രദേശത്തും ഉള്ള ഒരു കാര്യമാണ് ഈ ഒരു റോഡിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇതാണ് അവസ്ഥ. ഇവിടെ എപ്പോഴും ഒരാള് നിന്നിട്ട് ഇവിടുത്തെ ആൾക്കാരെ സഹായിക്കേണ്ടി വരും. ആ കണ്ടീഷനിൽ നമ്മുടെ നാട് പോയിക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്താ നമ്മുടെ നാടിന്റെ ഒരു ഗതികേടെന്ന് ആലോചിച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ ഒരു ജനങ്ങളുടെ ഒരു നിവൃത്തികേടാണിത്. ഇപ്പൊ ഞാൻ നിൽക്കുന്ന സമയം കൊണ്ടാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. മനസ്സിലായില്ലേ ഈ കാര്യം? അപ്പൊ നിങ്ങൾ അധികാരികളുടെ കയ്യിലേക്ക് എത്തുന്ന വരെ നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നഗരസഭയുടെ വണ്ടി നഗരസഭയുടെ വണ്ടിയാണ് പോയത്.